വിക്ടിങ്ങളുടെ പേരുകളല്ല. ഇങ്ങനെ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ വേട്ടക്കാരന്റെ പേര് പറയുന്നുണ്ട്. വേട്ടക്കാരനാണെന്ന് പോലും അറിയത്തില്ല. പക്ഷെ അയാൾ അനുഭവിക്കുന്ന പ്രശ്നം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു പ്രോസസ്സും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിവുകളും ഉണ്ടെങ്കിൽ എല്ലാ കാര്യമുള്ളൂ. അല്ലെങ്കിൽ അയാളുടെ ജോലി, അയാളുടെ പ്രൊഫഷൻ, അയാളുടെ കുടുംബം എല്ലാം ഒരു സൈഡിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പ്രോസസ് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. അതാണല്ലോ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെ അനുശാസിക്കുന്ന പ്രോസസ്. അതാണ് ഞാൻ പറഞ്ഞത്. ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാക്കണം. അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം. ഇനി അതല്ല, അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. സംസാരിക്കാം. മൈക്ക് അവിടെ കൊണ്ടുവയ്ക്കട്ടെ. മൈക്ക് അവിടെ കൊണ്ടുവയ്ക്കട്ടെ. ഇല്ല, ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച്. ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമവ്യവസ്ഥിതി ഇന്ന് നാട്ടിൽ ഇല്ലാത്തിടത്തോളം കാലം അത് പുറത്തിടുന്നതിൽ നിയമ തടസ്സങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. സോ ഇറ്റ്സ് അപ് ടു ദി ഗവൺമെന്റ്. ആ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പേരുകൾ പുറത്ത് വിടണോ വിടണ്ടേ എന്നുള്ള തീരുമാനം എടുക്കുന്നത് ഞാനോ നിങ്ങളോ അല്ല, അധികാരത്തിരിക്കുന്ന ആൾക്കാരാണ്. ബൈ ഓൾ മീൻസ്. രാജു, ഈ ഒരു റിപ്പോർട്ട് കണ്ടപ്പോ മലയാള സിനിമയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഒരു ഞെട്ടൽ ഉണ്ടായിരുന്നു. സിനിമയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നു കണ്ടിട്ട് ഞാൻ ഇതിനാണ് ഞെട്ടുന്നത്. ഹേമ കമ്മീഷണർ ആദ്യം സംസാരിച്ച ആൾക്കാരുള്ളവരാണ്. ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് ഞാൻ എന്തിനാണ് ഞെട്ടുന്നത്? അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത്, തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് അറിയാൻ നിങ്ങളെപ്പോലെ എനിക്കും ആകാംക്ഷയുണ്ട്.